പടിവാതിൽക്കലെത്തി നിൽക്കെ പൂവിപണിയും സജീവമായി കഴിഞ്ഞു. പതിവ് പോലെ മറുനാടൻ പൂക്കൾ തന്നെയാണ് വിപണിയിലെ താരങ്ങൾ. വാടാമല്ലി, ജമന്തി, റോസ, പിച്ചി, അരളി ഇങ്ങനെ പോകുന്നു വിപണിയിലെ പൂക്കളുടെ സമൃദ്ധി. മേരിഗോൾഡും ചോക്ലേറ്റും തുടങ്ങിയ ന്യൂജൻ പൂക്കളുമുണ്ട്. ബാംഗ്ലൂരു, ഹൊസൂർ, ഡിണ്ടിക്കൽ, ഗുണ്ടൽപേട്ട തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് പ്രധാനമായും പൂക്കൾ എത്തുന്നത്. റോസാപ്പൂക്കൾക്ക് കിലോയ്ക്ക് 250, ജമന്തി 200, ചെത്തി 100 ഇങ്ങനെ നീളുന്നു വിലപ്പട്ടിക. വിലയിൽ അല്പം ആശ്വാസമുണ്ടെങ്കിലും പ്രതീക്ഷിച്ച വിൽപ്പനയില്ലെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. കച്ചവടം വളരെ മോശമാണ്, ആൾക്കാരൊന്നുമില്ല, രാത്രിയൊക്കെ വെറുതെ ഇരിക്കുകയാണ്. സാധനം വെച്ചാൽ ഇത്രയും പൈസ കൊടുത്ത് സാധനമൊക്കെ ഇറക്കിയിട്ട് ഓണത്തിന് ആൾക്കാർ പൂവൊക്കെ ഇട്ട് ആഘോഷിക്കട്ടെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഈ വയനാട് ഈ പ്രശ്നം നടന്നിട്ടും ഇങ്ങനത്തെ ഒരു ഇതിലേക്ക് നിന്നത്. എന്നിട്ടും ആൾക്കാരൊന്നും വരുന്നില്ല. ലാസ്റ്റത്തെ ഒരു 5 ദിവസമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ ആഘോഷ പരിപാടികൾ ഒഴിവാക്കിയതാണ് തിരക്ക് കുറയാൻ കാരണമായത്. ഒരു കച്ചവടത്തിന്റെ ഒരു രീതിയിലേക്ക് കച്ചവടം വന്നിട്ടില്ല. പൊതുവെ ഒരു ആളുകളൊരു മന്ദഗതിയിലാണ്. പിന്നെ ഈ വയനാടുമായി ബന്ധപ്പെട്ടുള്ള വിഷയം കൊണ്ട് ഒരുവിധ ആളുകളൊക്കെ സഹകരിച്ചുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ ഇപ്പോൾ നമ്മളെ സർക്കാർ പ്രഖ്യാപനം പ്രകാരം ഒരു മത്സരമൊന്നുമില്ലല്ലോ. ആ രീതിയിലും സാധാരണ വീടുകളിലും ഓഫീസുകളിലൊക്കെ പൂടുന്ന രീതിയിൽ മാത്രമായിട്ടാണ് നിൽക്കുന്നത്. മറ്റു രീതിയിലൊന്നും കാണുന്നില്ല. ഒരു ഓണത്തിന്റെ ഒരു ഉണർവ് വന്നിട്ടില്ല. നിറമുള്ള പൂക്കൾ സുലഭമെങ്കിലും നാടൻ പൂക്കൾ കിട്ടാനില്ലാത്തതിന്റെ പരിഭവവും ചിലർക്കുണ്ട്. നാടൻ പൂക്കൾ എല്ലാ വയലും കാടും വീടൊക്കെ വെട്ടിക്കുറച്ചിട്ട് നമുക്ക് പണ്ടത്തെ രൂപത്തിലൊന്നും പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ മറുനാടൻ പൂക്കളെ തന്നെ ആശ്രയിക്കണം. അതുപോലെ ഇക്കുറി വളരെ ദുരന്തങ്ങളൊക്കെ നടന്നതിൻ്റെ പേരിൽ നമുക്കിവിടെ മത്സരങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിൻ്റെ വളരെ നിർണായകത്തിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. വിപണി അത്ര സജീവമല്ലെങ്കിലും തിരുവോണത്തിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ നല്ല കച്ചവടം തന്നെയാണ് വിൽപ്പനക്കാരുടെ പ്രതീക്ഷ. പൂക്കളും പൂക്കളവുമില്ലാതെ മലയാളിക്കെന്ത് പൊന്നോണം എന്നത് തന്നെയാണ് അതിന് കാരണവും. ഓണം നിറമുള്ളതാക്കാൻ പൂവിപണിയും ഒരുങ്ങിക്കഴിഞ്ഞു. മറുനാടൻ പൂക്കൾ തന്നെയാണ് ഇക്കുറിയും താരങ്ങൾ. ക്യാമറമാൻ സന്തോഷ് മണ്ണാർക്കാടിനോടൊപ്പം ദിസ്ന സുരേഷ്, ജനം, കോഴിക്കോട്.